ഹേ ഭൂമി, നിന്നിൽ നിന്നും ഞാൻ എടുക്കുന്നതെന്തോ അത് വേഗം മുളച്ചു വരട്ടെ. പാവനമായവളെ, ഞാനൊരിക്കലും നിന്റെ മർമ്മങ്ങളെ, നിന്റെ ഹൃദയത്തെ പിളർക്കാതിരിക്കട്ടെ. അഥർവവേദം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. അട്ടപ്പാടിയിലെ കാടുകളെ കിടുകിട വിറപ്പിച്ച 9 പേരുടെ ജീവനെടുത്ത പീലാണ്ടി ചന്ദ്രു എന്ന കൊമ്പനാനയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു കാലത്ത് വാർത്തകളിൽ സ്ഥിരം ഇടം പിടിച്ചിരുന്ന ഈ കൊമ്പൻ ഇപ്പോൾ അഭയാരണ്യം കാപ്രിക്കാട് എക്കോ ടൂറിസം അഥവാ കോടനാട് ആനസങ്കേതത്തിലാണുള്ളത്. എറണാകുളം ജില്ലയിലെ പെരിയാറിൻ്റെ തിരുത്തുള്ള ഈ ആനസങ്കേതം മലയാറ്റൂരിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അവൈലബിൾ ആണ്. സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന വെൽക്കം ബോർഡ് കടന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ആദ്യമായി എത്തുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു ഫീസ് ഇവിടെ ഈടാക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് 20 രൂപയും കാർ, ജീപ്പ് മുതലായവയ്ക്ക് 50 രൂപയും മിനി ബസ്സിന് 70 രൂപയും ബസ്സിന് 120 രൂപയുമാണ് ഇവിടുത്തെ പാർക്കിംഗ് ഫീസ്. സന്ദർശകർക്കായുള്ള നിർദ്ദേശങ്ങളും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്താൽ അഭയാരണ്യം എക്കോ ടൂറിസം സെൻറ്ററിൽ പ്രവേശിക്കാവുന്നതാണ്. ടിക്കറ്റ് എടുക്കാനായി ഓൺലൈൻ പേയ്മെൻറ്റ് സൗകര്യം മാത്രമേ ഇവിടെയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുൻഭാഗത്തുള്ള സൈൻ ബോർഡിലൂടെ അഭയാരണ്യത്തിൻ്റെ ഒരു ഏകദേശ രൂപം കാണാൻ സാധിക്കും. ആനസങ്കേതത്തിൻ്റെ പേരിലാണ് കോടനാട് അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ തന്നെ ബട്ടർഫ്ലൈ ഗാർഡനും ഡിയർ പാർക്കും കൂടിയുണ്ട്. ബട്ടർഫ്ലൈ ഗാർഡൻ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാണുന്ന ബോർഡിൽ ഇവിടെയുള്ള സസ്യങ്ങളുടെ പേരുകൾ കാണാം. പേര് ബട്ടർഫ്ലൈ ഗാർഡൻ എന്നാണെങ്കിലും പേരിനൊരു ബട്ടർഫ്ലൈനെ പോലും കണ്ടില്ല. വിവിധ ചിത്രശലഭങ്ങളുടെ ചിത്രവും അവയുടെ ആതിഥേയ സസ്യങ്ങളും എല്ലാം ഏതൊക്കെയാണെന്ന് ബോർഡുകളിൽ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 250 മീറ്റർ ഡിയർ പാർക്കിലേക്കും 500 മീറ്റർ ആനസങ്കേതത്തിലേക്കും നടക്കാനുണ്ട്. ബട്ടർഫ്ലൈ ഗാർഡന് ശേഷം കാപ്രിക്കാട് മിനി സൂ എന്ന കവാടത്തിലൂടെ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് ഡിയർ പാർക്കിലേക്ക് നമ്മൾ കടക്കുന്നു. മേഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം പുള്ളിമാനുകളെ ഇവിടെ കാണാൻ സാധിക്കും. അതിനടുത്തായി തന്നെ പുള്ളിയില്ലാത്ത മറ്റൊരിനം മാൻകൂട്ടത്തെയും കാണാം. ഡിയർ പാർക്കിൽ നിന്ന് കുറച്ച് നടന്ന ശേഷം എലിഫന്റ് ക്യാമ്പിൻ്റെ സൈൻ ബോർഡ് കടന്ന് ആനസങ്കേതത്തിലേക്ക് എത്തിച്ചേരാം. ആനകളെ സംബന്ധിച്ച വിവിധ വിവരങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂട്ടിലെല്ലാം ആനയുണ്ടായിരുന്നെങ്കിലും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പീലാണ്ടി ചന്ദ്രുവിൻ്റെ അടുത്തേക്കാണ് ആദ്യമേ പോയത്. ആൾ കുറച്ച് ടെററായതുകൊണ്ടാവണം മറ്റാനകളുടെ അടുത്തു നിന്നും കുറച്ച് അകലെയായിട്ടാണ് തളച്ചിരിക്കുന്നത്. ഇരുവശങ്ങളിലും കാടിൻ്റെ വന്യതയെ എടുത്തു കാണിക്കുന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളും പിന്നിട്ടാണ് പീലാണ്ടിയുടെ കൂടിനടുത്തേക്ക് എത്തുന്നത്. ശാന്തനായി കിടക്കുന്ന പീലാണ്ടിയാണ് അവിടെ കാണാൻ സാധിച്ചത്. അട്ടപ്പാടിയിലെ പീലാണ്ടി എന്ന ആദിവാസി യുവാവിനെ കൊന്നതിന് ശേഷമാണ് ഈ ആനയ്ക്ക് പീലാണ്ടി എന്ന പേര് വന്നത്. പീലാണ്ടി ഇറങ്ങിയ സ്ഥലങ്ങളിൽ പിറ്റേ വർഷം നല്ല വിളവ് ലഭിക്കുമെന്നതുകൊണ്ട് ആദിവാസികൾ പീലാണ്ടിയെ ഒരു നല്ല നിമിത്തമായി കണക്കാക്കി. 2017 പീലാണ്ടി കോടനാട് എത്തി ചന്ദ്രുവായത്. യൂക്കാലി മരം കൊണ്ടുണ്ടാക്കിയ കൂട്ടിലാണ് പീലാണ്ടിയെ മെരുക്കിയത്. ആ കൂടും പീലാണ്ടിയുടെ ഇപ്പോഴത്തെ കൂടിനോട് ചേർന്ന് കാണാം.
പീലാണ്ടിയെ കൂടാതെ ആശ, സുനിത, ഹരിപ്രസാദും മറ്റാനകളും ഇവിടെയുണ്ട്. ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും നടക്കാൻ കൊണ്ടുപോകുന്നതുമെല്ലാം ഇവിടുത്തെ നിത്യസംഭവങ്ങളാണ്. ഇവിടെ തൊട്ടടുത്തായി തന്നെ ആനകളെ കുളിപ്പിക്കുന്ന കടവും കുട്ടികളുടെ പാർക്കും പുഴയോര പാതയും വിശ്രമ സ്ഥലങ്ങളുമുണ്ട്. ഇടയ്ക്കിടയ്ക്കായി മരത്തിൻ്റെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടങ്ങളിലും കയറാൻ സാധിക്കും. പുഴയിൽ ആനയ്ക്കിറങ്ങിക്കിടക്കാനുള്ള വെള്ളം കുറവായതിനാൽ രാവിലെ മാത്രമാണ് ആനയെ പുഴയിൽ കുളിപ്പിക്കുന്നതെന്നറിയാൻ സാധിച്ചു. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഇരിപ്പിടങ്ങളും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കുട്ടികളുടെ പാർക്കും കഫ്തീരിയയും കഴിയുന്നതോടെ കോടനാട് ആനസങ്കേതത്തിലെ കാഴ്ചകൾ അവസാനിക്കുന്നു. കൂടുതൽ യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.